എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 ദിവസമായി നമ്മളെല്ലാവരും ശാസ്താവിനെ കുറിച്ചിട്ടുള്ള പാതയിലാണ്. ശാസ്താവിനെ അറിയാനുള്ള ഒരു പാതയിലാണ്. ശാസ്താവിൻ്റെ ആചാരങ്ങളും ശാസ്താവിൻ്റെ ചരിത്രവും അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ള ബന്ധവും ഇതൊക്കെയാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് ഘട്ടം ഘട്ടമായി ഓരോ തലങ്ങൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഇന്ന് നമ്മൾ 6ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രം, ആഗമശാസ്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ തന്ത്രത്തിൻ്റെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട്, അതായത് കലിയുഗത്തിൽ ക്ഷേത്രങ്ങളൊക്കെ സൃഷ്ടിക്കുവാൻ എന്താണ് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. മറ്റ് 3 യുഗങ്ങളിലും ഇല്ലാതെ ക്ഷേത്ര നിർമ്മിതി എന്ന സങ്കല്പം കലിയുഗത്തിലാണ് സമൂഹത്തിലേക്ക് വ്യാപകമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് അതിനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ ആ ശാസ്ത്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ശരീരം എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര സന്ദർശനത്തിൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്. നമ്മൾ ഇതിനെ ശരിക്കും മോക്ഷത്തിൻ്റെ ശരീരശാസ്ത്രം എന്ന് വിളിക്കാം. കാരണം നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ ശരിക്കും നമ്മൾക്ക് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ആധ്യാത്മികതയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭൗതികതയിൽ മുഴുകുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി എന്താണെന്ന് പറഞ്ഞാൽ, ഭൗതികതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയുടെ അടിത്തറയിലാണ് നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ സമൂഹം പോലും. കാരണം ഒരാൾ മാനസികമായി ആധ്യാത്മികമായി ഉയർന്ന തലങ്ങളിൽ വിരാജിക്കുന്നുണ്ടെങ്കിലും സമൂഹം അയാൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾക്കറിയാം. കാരണം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന, നമ്മൾ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്ക് ഒരു വില, ഒരു അംഗീകാരം സമൂഹം തരണമെങ്കിൽ അത് എനിക്ക് ചുറ്റുമുള്ള ഭൗതിക വസ്തുക്കളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള ഭൗതിക വസ്തുക്കളുടെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് പിന്നീട് നമ്മൾ ആധ്യാത്മികതയെ പുൽകുന്നത്? നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അയാളുടെ യൗവനം കംപ്ലീറ്റ് ആയിട്ട് അയാൾ എരിച്ച് കളഞ്ഞിട്ടുണ്ടാവുക ഈ ഭൗതികതയെ സമ്പാദിക്കാനും ഭൗതികമായ വസ്തുക്കളെ സ്വന്തമാക്കാനും ഭൗതികമായ നേട്ടങ്ങൾ ഒക്കെ കൈവരിക്കാനുമായിരിക്കും. പക്ഷേ ജീവിതം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. കാരണം എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇതൊക്കെ സ്വന്തമാക്കിയത്, ഇതൊക്കെ നേടിയത്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാനസികപരമായി ശാശ്വതമായ സന്തോഷം നൽകുന്നില്ല എന്നുള്ളത്. ആ തിരിച്ചറിവിൻ്റെ ഔട്ട്കമാണ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലമാണ് ആധ്യാത്മികത. ആ സന്തോഷം തിരയുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായി ഈശ്വര സങ്കല്പങ്ങളിലേക്കും ദൈവികമായ കാഴ്ചപ്പാടിലേക്കൊക്കെ നമ്മൾ തിരിയുന്നത്. അപ്പോൾ മോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മോഹങ്ങളുടെ ക്ഷയമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയം വരെ നമ്മൾക്ക് മോഹങ്ങളുടെ പിന്നാലെയുള്ള ഒരു ഓട്ടമായിരുന്നു ഭൗതിക ജീവിതം. ആ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സർട്ടൺ കാര്യങ്ങൾ സ്വന്തമാക്കണം, സർട്ടൺ പൊസിഷൻസ് അച്ചീവ് ചെയ്യണം, സർട്ടൺ ഗോൾസ് നേടണം എന്നൊക്കെ ഉള്ള ആ ഒരു ജീവിതയാത്രയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി ഓടും. അതൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അടുത്ത മോഹം വരും, അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെ ആയുസ്സിൽ പകുതി തീരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഈ നേടിയത് കൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ സുഖമോ ശാന്തിയോ സമാധാനമോ എനിക്ക് അത് നേടിത്തരുന്നില്ല. ആ സമയത്താണ് നമ്മൾ ഈശ്വരീയതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ ഈശ്വരീയത എന്ന് പറഞ്ഞാൽ തന്നെ മോക്ഷത്തിലേക്കുള്ള പാതയാണെന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മോക്ഷം എന്ന പദം തന്നെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെയൊക്കെ ധാരണ, നമ്മൾ ഇന്നത്തെ സമൂഹം വാചികമായ അർത്ഥത്തിലാണ് നമ്മൾ എല്ലാ പദങ്ങളെയും നോക്കിക്കാണുക. കാരണം മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്? മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മരണസമയത്ത് നേടേണ്ട ഒരു അവസ്ഥ, ആത്മാവ് കൈവരിക്കേണ്ട ഒരു അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മോക്ഷം മരണവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സത്യം അതല്ല.
അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതല്ല. കാരണം മോക്ഷം എന്നുള്ളത് മോഹങ്ങളുടെ ക്ഷയം എന്ന അവസ്ഥയാണ്. അത് നമ്മൾ യൗവനത്തിൽ തന്നെ നമ്മൾക്കത് കൈവരിക്കാം, ബാല്യത്തിൽ കൈവരിക്കാം. അതൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മൾക്കത് നേടാനാവുക? മനസ്സിൻ്റെ ഉയർന്ന അവസ്ഥ കൊണ്ട് മാത്രമേ നമ്മൾക്ക് മോഹം അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താം, മോഹങ്ങളുടെ ക്ഷയാവസ്ഥ. അപ്പോൾ മോക്ഷത്തിൻ്റെ ശരീരശാസ്ത്രം എന്താണ്? എല്ലാതരം ആത്മീയ ആചാരങ്ങളും ഉന്നം വയ്ക്കുന്നത് മൂലാധാരത്തിൽ, നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥാപിതമായിട്ടുള്ള ആ ഊർജത്തിൻ്റെ സ്രോതസ്സ്, നമ്മൾ കുണ്ടലിനി എന്ന് വിളിക്കുന്ന ചുരുണ്ട് കിടക്കുന്ന ഒരു സർപ്പപ്രതീകത്തിൽ കിടക്കുന്ന നമ്മുടെ ശരീരത്തിൽ വിരാജിക്കുന്ന ആ ഊർജം അവിടുന്ന് ഉയർന്ന് നമ്മുടെ പീനിയൽ ഗ്രന്ഥിയിൽ, തലച്ചോറിൽ പീനിയൽ ഗ്രന്ഥിയും സമീപിച്ച് അതിന് മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രക്രിയ, സഹസ്രാരം, തലച്ചോറിന് മുകളിലുള്ള സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട എല്ലാ ആധ്യാത്മിക മാനങ്ങളും. അതിനിപ്പോൾ ഹൈന്ദവത എന്ന് മാത്രമല്ല, മറ്റുള്ള ദർശനങ്ങൾ എടുത്താലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. അതായത് നമ്മുടെ ഉള്ളിൽ മനുഷ്യനുള്ള ക്രിയാശക്തിയെ അവനിലുള്ള ബോധ തലവുമായിട്ട് സമഞ്ജസിപ്പിക്കുക, അല്ലെങ്കിൽ സമ്മേളിപ്പിക്കുക. അങ്ങനെയാണ് അവനൊരു ദിവ്യത്വത്തിലേക്ക് ഉയരുന്നത്. നമ്മൾക്കറിയാം, യേശുക്രിസ്തു എടുത്തു നോക്കിയാലും മുഹമ്മദ് നബി എടുത്തു നോക്കിയാലും ജൈന തീർത്ഥങ്കന്മാരെയൊക്കെ എടുത്തു നോക്കിയാലും നമ്മൾക്കറിയാം, അല്ലെങ്കിൽ ബോധിസത്തന്മാരെ എടുത്ത് നോക്കിയാലും നമ്മൾക്കറിയാം, അല്ലെങ്കിൽ സിദ്ധ പാരമ്പര്യത്തിലുള്ള ഋഷിമാരെ എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും അവസാനം അവർ കൈവരിച്ചിരിക്കുന്നത് ഈ മോക്ഷാവസ്ഥയാണ്, മോഹങ്ങളുടെ ക്ഷയാവസ്ഥയാണ്. അപ്പോൾ ഈ മോക്ഷത്തിലേക്കുള്ള പ്രയാണത്തിൽ ഭൗതികമായ പ്രഭാവം എന്താണെന്ന് പറഞ്ഞാൽ, മൂലാധാരത്തിലുള്ള ഈ കുണ്ടലിനി ഇത് ഒരു തരത്തിൽ ചുരുണ്ട് കിടക്കുന്ന ശക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുക. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ശക്തി ശരിക്കും ഒരു ഡോർമെൻ്റ് ആയിട്ട്, അതാണ് ഈ ചുരുണ്ട് കിടക്കുന്നതെന്ന് പറയുന്നത്. ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്, ബട്ട് നമ്മൾക്കത് മിക്കവാറും അവസ്ഥകളിൽ നമ്മൾക്കത് തിരിച്ചറിയാനോ അത് ഉയർത്തിക്കൊണ്ടുവരാനോ സാധിക്കാറില്ല. കാരണം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കും. അതുകൊണ്ടാണ് ശരിക്കും ഈ കുണ്ടലിനിയെ എപ്പോഴും ഒരു സർപ്പമായിട്ടാണ് ഈ കുണ്ടലിനിയെ ബന്ധിപ്പിച്ചിട്ടുള്ള കാണുന്നത് നമ്മൾ. കാരണം എന്താണ്? പാമ്പ് ഓൾവേസ് കിടക്കുന്ന ആ ഒരു പാമ്പിനെ എപ്പോഴും നമുക്കറിയാലോ, അത് ചുരുണ്ട് കിടക്കും. അതിനെ ഒന്ന് നമ്മൾ ഉണർത്തിയാലാണ് അതിൻ്റെ ഉഗ്രത പുറത്തേക്ക് വരിക. അപ്പോൾ അതിനെ ഉണർത്തിയാൽ അത് ഓരോ ശരീരത്തിൽ ആ ചുരുണ്ട് കിടക്കുന്ന സർപ്പശക്തിയെ, സർപ്പിളമായ എന്ന് പറഞ്ഞാൽ എനർജി എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എനർജി സഞ്ചരിക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് ശാസ്ത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് സർപ്പിളാകൃതിയിലാണ്, ശരിക്കും വേവ് ഫോമിലാണ് ഒരു എനർജി സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും സർപ്പം എന്നുള്ളത് തന്നെ എന്താണ്, കൂടുതലും ആളുകൾ ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നത് ഈ സർപ്പങ്ങളെ ആരാധിക്കുന്നു, കുരങ്ങന്മാരെ, ഹനുമാനെ സൂചിപ്പിച്ചിട്ടാണ് പറയുക, മരങ്ങളെ ആരാധിക്കുന്നു, കല്ലിനെ ആരാധിക്കുന്നു എന്നാണ്. പക്ഷേ അവർക്ക് ആർക്കും അറിയാത്തൊരു സത്യം എന്താണ്? നമ്മുടെ ഋഷീശ്വരന്മാർ ഈ തത്വങ്ങളെയൊക്കെ അവർ നേടിയ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ തപശക്തി കൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ സമയത്ത് അവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ശക്തിക്ക് സമാനമായ ഒരു പ്രതീകം തനിക്ക് ചുറ്റുമുണ്ടോ എന്ന് നോക്കുകയാണ് അവർ ചെയ്തത്. അതെങ്ങനെയാണ്? അപ്പോഴാണ് സർപ്പിളാകൃതിയിലാണ് ഊർജം, ചൈതന്യം അല്ലെങ്കിൽ ശക്തി സഞ്ചരിക്കുന്നത് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയ സമയത്ത് അവർ ആ പ്രകൃതിയിൽ അതുപോലെ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് സർപ്പം എന്ന ജീവി കണ്ടെത്താനായത്. അതുകൊണ്ട് ആ ശക്തിയുടെ പ്രതീകമായി സർപ്പങ്ങളെ വിഗ്രഹമാക്കി, വിശേഷേണ ഗ്രഹിക്കേണ്ട ഒരു ഐക്കണോഗ്രഫി ആക്കി മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സർപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു ജീവിയാണ് ദൈവം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആ സർപ്പത്തിനെ ഉയർത്തിയാൽ, അല്ലെങ്കിൽ ആ സർപ്പിളമായ ശക്തിയെ ഉയർത്തിയാൽ അത് മേലോട്ട് ഉയർന്ന് നമ്മുടെ ശരീരത്തിൽ കുണ്ടലിനിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് അതാത് ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് അത് സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ് ഓരോ ചക്രത്തിനുമുള്ള വിവിധങ്ങളായ കഴിവുകളുണ്ട്. നമ്മുടെ എനർജി പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി, ചക്രങ്ങൾ. അപ്പോൾ ഈ ഷഡാധാര ചക്രങ്ങൾ, 6 ചക്രങ്ങളിലും ഊർജം എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ചൈതന്യം എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വിവിധമായ ശക്തി തലങ്ങൾ തുറക്കപ്പെടും, അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടും. ആ സമയത്താണ് നമ്മളിൽ പ്രത്യേകമായ ഓരോ കഴിവ് പ്രകടമാകാം. അപ്പോൾ തന്നെ ഇതുവരെ ഇല്ലാത്ത നിങ്ങളിൽ ഒരുപാട് കഴിവുകൾ, ഒരുപാട് സിദ്ധികളൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ആ സിദ്ധിതലം,
അതാണ് ഈ ആധ്യാത്മിക മാർഗ്ഗത്തിൽ പോകുമ്പം തപസ്സ് ചെയ്യുന്ന ആളുകൾക്ക്, ധ്യാനം ചെയ്യുന്ന ആളുകൾക്ക് സിദ്ധിയൊക്കെ ലഭിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പം അങ്ങനെ ആഗമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ ചക്രങ്ങളോടും അവ മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും ചെലുത്തുന്ന നിഗൂഢമായ സ്വാധീനത്തോടും വളരെ അടുത്ത് ബന്ധിതമായി മനുഷ്യരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് തന്നെ പരമമായ മുക്തിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ക്ഷേത്രങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ആഗമശാസ്ത്രം, തന്ത്രശാസ്ത്ര പ്രകാരം ശാസ്ത്രം എന്ന് വിളിക്കുന്നത് എന്താണ്? ഇത് സയൻസ് തന്നെ ആയതുകൊണ്ടാണ്. എനർജിയുടെ ഒരു സയൻസാണ് ശരിക്കും. അപ്പോൾ ഈ ചൈതന്യങ്ങളുടെ ശാസ്ത്രം ഉപയോഗിച്ച് ഒരു നിർമ്മിതി ഉണ്ടാക്കുകയും ആ നിർമ്മിതിയിൽ ഒരു ഭൗതിക ശരീരം, ഒരു മനുഷ്യ ശരീരം പ്രവേശിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ 6 ചക്രങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിൽ അവിടെയുള്ള ഊർജത്തിനെ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിനെ സെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും എന്ത്? ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ പറയാറില്ല, നമ്മൾ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ യോഗ അഭ്യസിക്കാൻ പോകുന്നു. അവിടെ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആ ഒരു ജിമ്മിലോ അല്ലെങ്കിൽ യോഗ ഇൻസ്ട്രക്ഷൻ ക്യാമ്പിലോ ഉള്ള ഇൻസ്ട്രക്ടേഴ്സ് അല്ലേ, അവർ ഈ ഒരു ശാസ്ത്രം പഠിച്ചവരും അവിടെ എത്തുന്ന ആളുകളിൽ ഈ ശാസ്ത്രം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അറിഞ്ഞ് പരിശീലിച്ച് അവിടെ പരിശീലിപ്പിക്കലാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ക്ഷേത്രത്തിലും നമ്മൾ സമീപിക്കേണ്ടതും ക്ഷേത്രത്തിൽ ചെല്ലേണ്ടതും ഈ ഒരു മനോഭാവം വെച്ചിട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ എന്നും പറയാറുള്ളത് പോലെ ഒരു പാഠ്യക്രമം നമ്മൾക്കില്ലാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾക്ക് ആധുനിക ഭാരതത്തിൽ നമ്മുടെ ഭരണകൂടം നിഷേധിച്ചത് കൊണ്ടും നമ്മൾ ഭൂരിഭാഗം വരുന്ന സനാതനികൾ, ഞാൻ ഒരിക്കലും ഇതിനെ മതത്തെ റിലേറ്റ് ചെയ്തിട്ട് പറയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഭാരതം ഒരിക്കലും മതപരമായി ചിന്തിച്ച ഒരു ഭൂപ്രദേശമോ ഭൂഖണ്ഡമോ അല്ല. ഒരു സംസ്കാരമായിരുന്നു. സകല ജീവജാലങ്ങളെയും ഉൾക്കൊണ്ട് സകല മനുഷ്യരും ഒന്നു ചേർന്ന് ജീവിച്ച ഭൂമിയിലെ ഒരേ ഒരു സ്വർഗമായിരുന്നു നമ്മുടെ ഈ ഭൂപ്രദേശം. അതുകൊണ്ടാണ് മറ്റ് പല ദേശങ്ങളിലും മറ്റ് പല സംസ്കാരങ്ങൾക്കും മറ്റ് പല മതദർശനങ്ങൾക്കും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സമയത്ത് ഭാരതം അതിനെയെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഭാരതത്തിൻ്റെ ദർശനം തന്നെ എന്താണ്? വസുദൈവ കുടുംബകം അല്ലേ? അപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, ഭൂമിയിൽ ഓരോ രാജ്യങ്ങളിൽ ഓരോ അവിടെയുള്ള സാമൂഹികമായ അതിക്രമങ്ങൾ, ലഹളകൾ ഒക്കെ നടക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒറ്റ നോട്ടത്തിൽ ആശ്രയിച്ച ഒരേ ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതമാണ്. ഈ അടുത്ത് ഇപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികൾ പോലും ആശ്രയിച്ച ഒരേ ഒരു രാജ്യം ഏതാ? ഭാരതമാണ്. അത് ചരിത്രാതീത കാലം മുതൽ നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ്സാണ് ഈ ഒരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തിൻ്റെ കാതൽ, കോർ എന്താണ്? ഭാരതീയതയുടെ കാതലായ കോർ എന്താണ്? അത് ഇൻക്ലൂസീവ്നെസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല പദങ്ങളും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഹിന്ദുത്വം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് വളരെ ഭീകരമായ എന്തോ ഒരു കാര്യം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്, അത് ഈ പറഞ്ഞ പോലെ ആ പദം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ ആധുനിക ഭാഷയിൽ ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയുന്നത് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഒരു ധർമ്മമാണ്. അത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും, അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ആരാധനാക്രമത്തിൽ ഒരു സർപ്പം കടന്നു വരുന്നു. ആ സർപ്പം കടന്നു വരുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താ? ആ ജീവിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ എനർജിയാണ് ഓർമ്മ വരിക. അതിലൊരു ഈശ്വരത്വം നമ്മൾ ദർശിക്കും അല്ലേ? ഗണപതിയുടെ വാഹനം എലിയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ദർശനം ഭൂമിയിലെ സകലതിനെയും അല്ലേ? കൽപ്പവൃക്ഷം, കാമധേനു, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ദർശനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഈ അടിസ്ഥാനപരമായ അറിവോടെ നമ്മുടെ ഷഡ്ചക്രങ്ങളിൽ എങ്ങനെയൊക്കെ മാറ്റമുണ്ടാക്കാം എന്ന് ആഗമശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച നിർമ്മിതികളെ നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ആ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി ഈ ഉപാസനകളുടെ ഒക്കെ ഗുണം എന്ത്, ഒരു ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അത് എൻ്റെ ഷഡാധാര ചക്രങ്ങളിൽ ഏത് ചക്രത്തെ സ്വാധീനിക്കും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ശരിക്കും നമ്മൾ പോകാൻ. അപ്പോൾ യതീശ എന്തായാലും ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. കാരണം ഈ ഒരു മകരസംക്രാന്തി വരെ, വൃശ്ചിക മാസം തൊട്ട് മകരസംക്രാന്തി വരെ ശബരിമല എന്ന് പറയുന്ന കലിയുഗത്തിലെ ഏറ്റവും ദിവ്യമായ ഏറ്റവും ശക്തമായ ഒരു ആരാധന പുണ്യസ്ഥലം അല്ലെങ്കിൽ പുണ്യക്ഷേത്രമായ
ശബരിമലയെ കേന്ദ്രീകരിച്ച് ഒരു വലിയ തീർത്ഥാടന കാലം നടക്കുമ്പോൾ അതിൻ്റെ തത്വം അറിഞ്ഞിട്ടാണ് ഈ ലക്ഷോപലക്ഷം ആളുകൾ അല്ലെങ്കിൽ കോടാനുകോടി ആളുകൾ സന്ദർശിക്കുന്നതെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ ഈ പറയുന്ന അവരുടെ ഷഡാധാര ചക്രങ്ങളിലും ഉണ്ടാവുന്ന മാറ്റം വളരെ 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 വലുതായിരിക്കും. അവരുടെ മാനസിക തലം വളരെ ഉയർന്ന തലത്തിലേക്കായിരിക്കും ചെന്നെത്തുക. അപ്പം ഇനി നമ്മൾ എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്നുള്ള ആ ഒരു തത്വത്തെ, ധർമ്മശാസ്താവ് എന്ന തത്വത്തെ, ആ ക്ഷേത്രങ്ങളെ ഇനി നമ്മൾ ഈ പറയുന്ന ആഗമശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ, ക്ഷേത്രകലകളുടെ വീക്ഷണത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ കലിയുഗത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഭഗവാനായ ശാസ്താവിൻ്റെ ദർശനം തേടുന്ന ഒരു ഭക്തൻ അവൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് അവൻ സഞ്ചരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന ശാസ്ത ചൈതന്യത്തെ കണ്ടെത്തും എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ ശാസ്താവിനെ ശരിക്കും യാഥാർത്ഥ്യമായി സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു യോഗശക്തി എന്ന നിലയിൽ ആ ശരീരത്തിൻ്റെ കുണ്ടലിനിയുടെ അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തിയുടെ മുകളിലേക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ അത് തുടങ്ങുന്നത് ഒരു ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി അത് 6 ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോയി സഹസ്രാരത്തിൽ ലയിക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് ശരിക്കും ശബരിമല തീർത്ഥാടനം. അതുപോലെ തന്നെ ശബരിമല ശാസ്താവിൻ്റെ തീർത്ഥാടനത്തിൽ പ്രത്യേകമായി സാധകർ കടന്നു പോകേണ്ട ഈ 6 ക്ഷേത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം അത് ശരിക്കും ഏത് ക്ഷേത്രമെന്ന് പറഞ്ഞാൽ മുത്തയ്യൻ കോവിലാണ്. ചോരി മുത്തയ്യൻ കോവിൽ ഇത് തമിഴ്നാട്ടിലാണ്. ഈ ചോരി മുത്തയ്യൻ കോവിലാണ് ശബരിമല ശാസ്താവിൻ്റെ തീർത്ഥാടനത്തിൽ നമ്മൾ സന്ദർശിക്കേണ്ട ആദ്യത്തെ ക്ഷേത്രം. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മൂലാധാര ചക്രത്തെയാണ്. രണ്ടാമത്തെ ക്ഷേത്രം അച്ഛൻ കോവിൽ. അത് നമ്മുടെ ശരീരത്തിലെ സ്വാധിഷ്ഠാന ചക്രത്തെ ആണ് ഊർജ്ജപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്വരിതപ്പെടുത്തുക. അപ്പോൾ ചോരി മുത്തയ്യൻ കോവിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നമ്മൾ ചില തീർത്ഥാടകർ അവിടെ ചെന്നിട്ടാണ് മാലയിടുക തന്നെ. ശബരിമല തീർത്ഥാടനത്തിന് മാല ധരിക്കുന്നത് പോലും, കാരണം ഈ ശാസ്ത്രം പഠിച്ച ആളുകൾ വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ട് അവരവിടെ ചെന്നിട്ട് അവിടെയാണ് മാല ധരിക്കുക. കാരണം എന്താ, അവിടെയാണ് ഈ തീർത്ഥാടനത്തിൽ ശാസ്താ ചൈതന്യത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഉപാസനാ രീതിയിൽ, ആ ഒരു സാധനാ പന്ഥാവിൽ ആദ്യത്തെ ചക്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശാസ്താവിൻ്റെ ചൈതന്യത്തെ കുടിയിരുത്തിയിരിക്കുന്നത് ഈ ചോരി മുത്തയ്യൻ കോവിൽ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് എത്രയും സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ അനുഭവം ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം. മനസ്സിൻ്റെ തലത്തിൽ ആ അയ്യപ്പൻ്റെ ചൈതന്യം നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം, മനസ്സിൽ വരുത്തുന്ന മാറ്റം, ചിന്താതലങ്ങളിൽ വരുത്തുന്ന മാറ്റമൊക്കെ നിങ്ങൾക്ക് ദർശിക്കാനാവും. അടുത്തത് അച്ഛൻ കോവിലാണ്. അത് സ്വാധിഷ്ഠാന ചക്രത്തിലാണ്. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന അയ്യപ്പ ചൈതന്യം അല്ലെങ്കിൽ ശാസ്താ ചൈതന്യം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിലെ രണ്ടാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന അയ്യപ്പ ചൈതന്യം കുടിയിരുത്തിയിരിക്കുന്നത് അച്ഛൻ കോവിലാണ്. മൂന്നാമത് മണിപൂരക ചക്രമാണ് ശരീരത്തിൽ, അല്ലെ, പൊക്കൽക്കൊടിയിൽ, നാഭിയിൽ. ആ സ്ഥലം ചൈതന്യവത്താക്കാൻ പറ്റിയ അയ്യപ്പ ചൈതന്യം അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ആ ഒരു ചക്രത്തെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രം അത് ആര്യൻകാവാണ്. അതിനുശേഷം കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ എന്നുള്ളത് എൻ്റെ ഹൃദയചക്രമായ അനാഹതയെ സ്വാധീനിക്കാൻ പാകത്തിൽ അവിടെ ഞാൻ നേരത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്ത്രിവര്യന്മാർ അതിനനുയോജ്യമായ രീതിയിലാണ് അവിടെയുള്ള ഭഗവത് ചൈതന്യത്തെ കേന്ദ്രീകൃതമാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എരുമേലി, അല്ലേ, കാരണം നമ്മൾ ശബരിമല ശാസ്താവിൻ്റെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെന്നെത്തുന്ന ക്ഷേത്രം ഈ എരുമേലി, അല്ലേ. അതിനോട് എല്ലാ വർഷവും നമ്മൾ ടച്ച് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 ക്ഷേത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ 4 ക്ഷേത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ തൊടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ സന്ദർശിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഇത് ക്രമത്തിൽ നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്, ക്രമാനുഗതമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അടുത്തതാണ് എരുമേലി. എരുമേലി നമ്മുടെ ശരീരത്തിലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ കണ്ടം, ആ പോയിൻ്റ്, ആ ഒരു ഊർജ്ജ സ്രോതസ്സിനെ സ്വാധീനിക്കാൻ പാകത്തിൽ അവിടെയുള്ള ചൈതന്യം വിളങ്ങുന്നു. പിന്നെയുള്ളത് നമ്മുടെ ആജ്ഞാചക്രമാണ്. അതാണ് സാക്ഷാൽ ശബരിമല ശ്രീ അയ്യപ്പ സന്നിധാനം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 ക്ഷേത്രങ്ങളിലൂടെയുള്ള ഒരു പര്യവേക്ഷണമാണ് ശരിക്കും നമ്മൾ ഈ ശാസ്ത അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്തേക്കുള്ള തീർത്ഥാടനം ശരിക്കും ഈ 6 പോയിന്റിലൂടെ കടന്നു പോവേണ്ടതാണ്. 6ാമത്തെ പോയിൻ്റാണ് അയ്യപ്പൻ എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത്,
നമ്മൾക്ക് ഈ പറയുന്ന പോലെ എല്ലാ മാസവും എല്ലാ വർഷവും നമ്മൾ തീർത്ഥാടനം ചെയ്യാറുണ്ട്. ഇതൊന്നും നമ്മൾ ഇതുവരെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ 5ഓളം തവണ ഇത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. 5 തവണ പുതുക്കി പണിയപ്പെട്ട ഒരു ക്ഷേത്രം. എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ നവീകരണം നടന്നിട്ടുള്ളത് സോമനാഥ ക്ഷേത്രമാണ്. പക്ഷേ അത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഇതേപോലെ തന്നെ വിദേശീയരുടെ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആദ്യം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി ഏതാണെന്ന് പറഞ്ഞാൽ സോമനാഥ ക്ഷേത്രത്തെ നവീകരിക്കുകയായിരുന്നു. കാരണം അത് ലോകത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശമാണ്. കാരണം ജീർണതയിൽ നിന്ന് ഭാരതം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി, ഈ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ ഏതടിസ്ഥാനത്തിലാണ്, ഷഡ്ചക്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും 6ാമത് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ. നമ്മളിപ്പോൾ പറയുന്നില്ലേ, 12 ജ്യോതിർലിംഗങ്ങൾ, 108 ശിവാലയങ്ങൾ, 52 ശക്തിപീഠങ്ങൾ. ഇതൊക്കെ എന്താണ്? ഇതൊരു ക്രമത്തിൽ ഈ ഒരു എനർജിയെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓഷോ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം ഭാരതം എന്ന് ചോദിച്ചാൽ 52 ശക്തിപീഠങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു രേഖ ഉണ്ടാക്കിയാൽ, ഒരു മാപ്പ് ഉണ്ടാക്കിയാൽ, ആ മാപ്പ് ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശം ഏതാണോ അതാണ് ഭാരതം. 52 ശക്തിപീഠങ്ങൾ ഗാർഡ് ചെയ്യുന്ന ഒരു പ്രദേശത്തെയാണ് ശരിക്കും ഭാരതം എന്ന് വിളിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ആ പൊളിറ്റിക്കൽ ഇന്ത്യ അല്ല യഥാർത്ഥത്തിൽ പ്രാചീനമായ ഭാരതം. നമ്മൾ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നില്ലേ, ഇവിടെയൊക്കെ നോക്കിയാൽ 52 ശക്തിപീഠങ്ങൾ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രസകരമായൊരു കാര്യമാണ്, നിങ്ങൾ ഗൂഗിൾ എടുത്ത് വെച്ചിട്ടോ ഗൂഗിൾ മാപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് 52 ശക്തിപീഠങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കുക. ആ മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ശരിക്കും ഭാരതം. കാളിയുടെ ശരീരം, രാഷ്ട്ര ശരീരം ഏതെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ ഭഗവതിയുടെ രാഷ്ട്ര ശരീരം ഏതെന്ന് പറഞ്ഞാൽ ഈ 52 എണ്ണത്തിനെ കോർത്തി ഇണക്കിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അയ്യപ്പൻ എന്ന അല്ലെങ്കിൽ ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനവും ഇതുപോലെ ഒരുക്കിയിട്ടുള്ളതാണ്. ഈ പറയുന്ന 6 ക്ഷേത്രങ്ങൾ, 5 ക്ഷേത്രങ്ങളുടെ അകമ്പടിയോടുകൂടെ, അല്ലെങ്കിൽ അതൊക്കെ സന്ദർശിച്ച് 6ാമത് സന്ദർശിക്കുന്ന ക്ഷേത്രമാക്കി ഈ ഒരു ഉപാസന അല്ലെങ്കിൽ ഈ ഒരു തീർത്ഥാടനം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഏത് ചൈതന്യമാണോ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത് അത് വളരെ കൃത്യമായി, വളരെ ശക്തിമത്തായി നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ നിർദ്ദിഷ്ടമായ ക്രമത്തിൽ, നമ്മളിപ്പോൾ സംസാരിച്ച ക്രമത്തിൽ, അതിൻ്റെ ആ ലിസ്റ്റിനപ്പുറം ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം. കാരണം ഓരോ ആധ്യാത്മികമായ അർത്ഥം ഈ ഒരു ലിസ്റ്റ് ടെമ്പിൾസ് അല്ലെങ്കിൽ ക്ഷേത്രത്തിനുണ്ട്. ഓരോ ക്ഷേത്രവും മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ പ്രത്യേക ചക്രത്തെ ഉത്തേജിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നിർണയിച്ചതും അവരാണ് ഈ ഒരു പ്ലാൻ പ്രകാരം ഇതൊക്കെ സൃഷ്ടിച്ചത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മൂലാധാര ചക്രത്തെ ഭരിക്കുന്ന കുണ്ടലിനി ചൈതന്യം, അതാണ് തമിഴ്നാട്ടിലെ ചോരിമുത്തയ്യൻ കോവിൽ ഉണർത്തി തരുന്നത് നമ്മുടെ ശരീരത്തിൽ. അച്ഛൻ കോവിൽ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ചക്രമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ, അതായത് നാഭിക്ക് തൊട്ട് താഴെയുള്ള ജനനേന്ദ്രിയ മേഖലയിലുള്ളത്, നമ്മുടെ സൃഷ്ടിത്വം അവിടെയാണ് ജനിക്കുക. നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള ക്രിയേറ്റിവിറ്റി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് അവിടെ. അത് ജ്വലിപ്പിച്ച് നമ്മുടെ യുക്തിയെ നിയന്ത്രിക്കും. നമ്മുടെ യുക്തി ഉണ്ടല്ലോ, നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ ആ വഴി തുറന്നു തരുന്നതാണ് ശരിക്കും യുക്തി എന്ന് പറയുമ്പം. ശരിക്കും നമ്മുടെ പേഴ്സിസ്റ്റൻസ്, ഒരു കാര്യത്തിൻ്റെ മേൽ നമ്മൾക്ക് അടിയുറച്ചുണ്ടാവുന്ന ഒരു വിശ്വാസമൊക്കെ ജനിക്കുന്നത് അവിടെ നിന്നാണ്, ആ ചക്രത്തിൽ നിന്നാണ്. അടുത്തത് ആര്യങ്കാവാണ്. ആര്യൻകാവ് നമ്മുടെ മണിപ്പൂരക ചക്രത്തെ, നാഭിയെ ഉണർത്തുന്നതാണ് ആര്യങ്കാവ്. അത് ആ ചക്രത്തെ ചേതനമാക്കും. പിന്നെ ഉള്ളത് എന്താണ്? നേരിട്ടുള്ള അറിവ്, അതായത് യഥാർത്ഥ അറിവിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്. നമ്മൾക്ക് അറിവിൻ്റെ തുടക്കം എവിടെ? അനാഹതത്തിൽ നിന്നാണ്, ഹൃദയചക്രം. അതാണ് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാഹത ചക്രത്തിൻ്റെ ആ ത്വരിതത, ആ ഒരു കറക്കം, അത് വളരെ സ്പീഡാക്കിയിട്ട് മാറ്റാനുള്ള കഴിവാണ് അവിടെയുള്ള ചൈതന്യത്തിനുള്ളത്.
അടുത്തത് വരുന്നത് നമുക്കറിയാം എന്താ, എരുമേലിയാണ്. എരുമേലി എന്ന് പറഞ്ഞാൽ ദിവ്യമായ സ്നേഹത്തിൻ്റെ വിശുദ്ധി ചക്രം തുറക്കും. അതിനുശേഷമുള്ളതാണ് ശബരിമല. ശബരിമല എന്ന് പറഞ്ഞാൽ ദിവ്യദൃഷ്ടിയുടെ മൂന്നാം കണ്ണായ ആജ്ഞാചക്രത്തെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിഫൈ ചെയ്യും എന്നാണ് പറയുക. വൈദ്യുതിയുടെ അത്രയും പവറിൽ, ശക്തിയിൽ അതിനെ സ്ഫുരിപ്പിക്കും, മനസ്സിലായില്ലേ, ജ്വലിപ്പിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ശബരിമലയിൽ മാത്രം ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരല്ലേ ഓരോ ദിവസവും അല്ലെങ്കിൽ ഈ മണ്ഡലകാലം മുഴുവനും വന്നു പോകുന്നുണ്ട്. ഈ വാർഷിക ഉത്സവം അല്ലെങ്കിൽ വാർഷിക തീർത്ഥാടനങ്ങളിൽ കഴിഞ്ഞാൽ അത് ഏകാന്തതയിലാണ് ശരിക്കും. ബാക്കി സമയങ്ങളിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇത്രയും തീർത്ഥാടകരുടെ സന്ദർശനമൊന്നുമില്ല, ഏകാന്തതയിലാണ്. വളരെ കുറച്ച് ആത്മീയ അന്വേഷകർ മാത്രമേ ഈ ഒരു ശൈലി, നമ്മൾ ഈ പറഞ്ഞ ശൈലി പിന്തുടർന്ന് ഈ ഒരു 6 ശാസ്താ ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടനത്തെയും അവർ സീരിയസ് ആയിട്ട് കണ്ട് അതേ രീതിയിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലെ ശാസ്താ ഉപാസനയിലുള്ള ആ ഒരു മാറ്റം നമുക്ക് ദർശിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തലം വരെ പറഞ്ഞാൽ കർണാടകം, തമിഴ്നാട്, ആന്ധ്ര ഇവിടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ മിക്കവാറും ഈ ഒരു കാര്യം വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് തന്നെയാണ് അവരുടെ തീർത്ഥാടനം. ഞാനൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ ശരിക്കും അവരെ നിരീക്ഷിക്കാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവർ ഈ 5 ക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ടാണ് ശരിക്കും ശബരിമലയിലേക്ക് എത്തുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ഈ തീർത്ഥാടനം ചെയ്യുന്നത്. അപ്പോൾ ഈ 6 ചക്രങ്ങളുടെ ശരിയായ ഒരു പ്രവർത്തനം സജീവമായാൽ, ആക്റ്റീവായാൽ സഹസ്രാരത്തിൻ്റെ ആത്യന്തികമായ അവസ്ഥ കൈവരിക്കും നമ്മൾ. അതായത് എന്താ പറയുക, ദർശനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാന്തമലയുടെ ദർശനം, സ്വന്തം ആത്മാവിൻ്റെ ദർശനം. അതാണ് നമ്മൾക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ ശബരിമല തീർത്ഥാടനത്തെ നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ സോൾ എന്ന് വിളിക്കുന്ന ഈ ആത്മാവിൻ്റെ ദർശനം നമ്മൾക്ക് കിട്ടും, ഈ ചൈതന്യങ്ങൾ ഉണർന്നാൽ. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ മാസവും എല്ലാ വർഷവും ശബരിമലയ്ക്ക് മാലയിട്ട് പോകും. കുറച്ച് ആ ഒരു 41 ദിവസം ഒരു പ്രത്യേകമായ ശാരീരിക സുഖം എന്നല്ലാണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങൾക്ക് ഈ പറയുന്ന പുരോഗതി നേടിക്കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല. കാരണം 41 ദിവസം വെജിറ്റേറിയൻ ഡയറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ ബവലൊക്കെ വളരെ അല്ലേ, അതായത് നമ്മുടെ ഉദരം വളരെ ക്ലിയർ ആയിരിക്കും. ഉദരം നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ് എന്നാണ് പറയുക ശാസ്ത്രം. സെക്കൻഡ് ബ്രെയിനാണ് ശരിക്കും നമ്മുടെ വയറ്. അപ്പോൾ ആ 41 ദിവസം ആ ബ്രെയിൻ ഒന്ന് ആക്ടിവേറ്റ് ആവും, സെക്കൻഡ് ബ്രെയിന്. അതുപോലെ തന്നെ എന്താണ്, മനസ്സിനൊക്കെ ഒരു തലം ശാന്തത ഉണ്ടാവും. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് ശരിക്കും 5 ശരീരമില്ലേ, പഞ്ചകോശ ശരീരങ്ങളുണ്ട്. ആ 4 ശരീരങ്ങളിലാണ് ശരിക്കും മാറ്റം. അതിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ഈ ശരീരത്തിൽ നിഴലിക്കേണ്ടത്. അതാണ് നമ്മുടെ ഭൗതികതയിൽ. കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആണ് അല്ലേ. ഈ പ്രപഞ്ചം മെറ്റീരിയലിസ്റ്റിക് ആണ്. കാരണം ഈ പ്രപഞ്ചത്തെയൊക്കെ വസ്തുക്കൾ ഇത് ടാഞ്ചിബിൾ ആണ്, തൊട്ട് അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ്, തൊട്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും. എൻ്റെ ശരീരം പോലും. പക്ഷെങ്കിൽ എൻ്റെ ശരീരത്തിൽ തൊട്ട് അനുഭവിക്കാൻ പറ്റാത്ത കുറേ ശരീരമുണ്ട്, 4 എണ്ണം. അതുപോലെ പ്രപഞ്ചത്തിലും നമ്മൾക്ക് തൊട്ടനുഭവിക്കാൻ പറ്റാത്ത ഒരുപാട് ശക്തികളുണ്ട്. ഇവർ തമ്മിൽ മേളിക്കണം. ആ മേളനം നടക്കുന്നത് ഈ പറയുന്ന ആധ്യാത്മിക തലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ശബരിമല തീർത്ഥാടനം കൊണ്ട് ഒരു വർഷത്തിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ അന്നമയ ശരീരം വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ ഈ പറയില്ലേ, ഒരു ഉപരിപ്ലവമായ ഒരു സൂപ്പർഫിഷ്യൽ ക്ലീനിങ് മാത്രമേ ആവുന്നുള്ളൂ. നമ്മളുടെ ഡീപ്പ് ക്ലീനിങ് നടക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ക്ലെൻസിങ് നടക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രക്രിയയിലൂടെ തന്നെ ഈ തീർത്ഥാടനത്തെ നോക്കി കാണണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമല തീർത്ഥാടനം ഈ പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായി ഋഷികൾ വിഭാവനം ചെയ്ത രീതിയിൽ ആ തീർത്ഥാടന കാലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുമെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ശരീരം, നമ്മൾ എന്ന അസ്തിത്വത്തിൻ്റെ സ്ഥൂലമായതും സൂക്ഷ്മമായതും ചൈതന്യമായ ശരീരവും, 3 ശരീരം പ്രധാനമായിട്ടുണ്ട്. 5 കോശങ്ങളിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന 3 തലം ശരീരം. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. ഈ ത്രിതത്വം എല്ലാം വിളങ്ങുന്നത് ഈ ത്രിതത്വത്തിലാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ത്രിതത്വം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പിന്നെ അതിസൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ചൈതന്യ ശരീരം.
ഈ 3 ശരീരത്തിനെയും നമ്മൾക്ക് ഡീപ്പായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ശബരിമല തീർത്ഥാടന കാലം. അപ്പോൾ ഷഡ്ചക്രങ്ങൾ, അവയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവയുടെ സ്പെഷ്യാലിറ്റീസ്, പിന്നെ അവരുടെ ഇൻഫ്ലുവൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരീരത്തിനകത്തുള്ള ഈ 100-ലേറെ ചക്രങ്ങൾ ശരിക്കും ഉണ്ട്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും 114 ബേസിക്സ് ഹഠയോഗ ഒക്കെ പറയുമ്പോൾ 122 വരെ പോകുന്നതുണ്ട്, 112 എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ ശാസ്ത്രപ്രകാരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നേ ഉള്ളൂ. ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്സിൻ്റെ വ്യത്യാസം മാത്രമാണ്. ഓരോരാൾ കണ്ടെത്തിയത് കുറച്ചുകൂടെ അധികമാണ്, ചില ആളുകൾ കണ്ടെത്തിയത് കുറവാണ്, അതിൻ്റെ ആചാര്യന്മാർ. അപ്പോൾ അങ്ങനെ ഒരു 100-ലേറെ ചക്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടവയായ അതിൽ നിന്ന്, ഈ 100-ലേറെ ചക്രങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ 6 ചക്രങ്ങളെക്കുറിച്ചാണ് പൊതുവെ എല്ലാ ദർശനങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഷഡ്ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷഡ്ചക്രങ്ങളൊക്കെ കണക്റ്റഡ് ആയത് നമ്മുടെ നട്ടെല്ലിലൂടെയാണ്. ഈ ചക്രങ്ങളുടെ ഊർജ്ജങ്ങളൊക്കെ പാസ് ചെയ്ത് പോകുന്ന ദ എനർജി ഹൈവേ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന, ഇട, പിങ്കള നാഡിയായ ആ ഒരു 3 നാഡികളാണ്. അപ്പോൾ ഈ നാഡികളെ സുഷുമ്ന നാഡി അല്ലെങ്കിൽ ബ്രഹ്മനാഡി എന്ന് വിളിക്കുന്ന ആ നാഡി, അതിൻ്റെ കൂടെയുള്ള ഇടാനാഡിയും പിങ്കള നാഡിയും, ഈ 3 ആൾക്കാർ ഈ 3 നാഡികളെ നിർദ്ദിഷ്ടമായ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടോ സ്തോത്രം ചൊല്ലലുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ചക്രത്തെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ചക്രാസിനെയോ ഉത്തേജിപ്പിക്കുന്ന വിധം പ്രതിഷ്ഠിക്കപ്പെട്ട വെറും ക്ഷേത്ര സങ്കല്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്ര സന്ദർശനങ്ങൾ കൊണ്ടോ നമ്മൾക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നുകിൽ പെർട്ടിക്കുലർ ക്ഷേത്രം നമ്മൾക്ക് സന്ദർശിക്കാം, അതല്ലെങ്കിൽ പെർട്ടിക്കുലർ മന്ത്ര സ്റ്റാൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ സ്തോത്രങ്ങൾ ആലപിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ചക്രങ്ങളെ ഇൻവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള യോഗകളാവാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഈ നമ്മുടെ മറ്റ് 3 ശരീരം, ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ഈ മറ്റ് 2 ശരീരങ്ങളും, പ്രധാനപ്പെട്ട സ്ഥൂല ശരീരം ഒഴിവാക്കി സൂക്ഷ്മവും അതിസൂക്ഷ്മവും ചൈതന്യ ശരീരം, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ശരിക്കും ആധ്യാത്മികത. അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികതയിൽ സഞ്ചരിക്കുന്ന ആളുകളെ സ്ഥൂല ശരീരത്തിൽ, മെറ്റീരിയൽ വേൾഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഭൗതികമായ വീക്ഷണമുള്ള ആളുകൾക്ക് എപ്പോഴും പുച്ഛമാണ്. കാരണം എന്താണ്? അവർക്കറിയുന്ന ജീവിതം, അവർക്കറിയുന്ന ലോകം ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് തന്നെ അറിയാം അല്ലേ? ഭൗതിക ശാസ്ത്രം, ഫിസിക്സിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാത്ത എത്രയോ നാച്ചുറൽ ഫിനോമിനൻസ് അല്ലേ, അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിഭാസങ്ങൾ ഈ ലോകത്തുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളതും, ഭൗതികവാദികളോട് പറയാനുള്ളതും അത് തന്നെയാണ്. കാരണം ഭൗതികതയുടെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവാത്ത എത്രയോ സ്ഥിതിവിശേഷങ്ങൾ ഞാൻ എന്ന ഈ വ്യക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആധ്യാത്മികത എന്താണ് എന്ന് പറഞ്ഞാൽ ആ സ്ഥിതിവിശേഷങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന, പര്യവേക്ഷണം ചെയ്യുന്ന ഒരു മേഖലയാണ്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് രീതിയിലൂടെ സഞ്ചരിക്കുന്ന ആൾ അനുഭവിക്കുന്നതോ അത് കൃത്യമായിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ആധ്യാത്മികതയിൽ ഇന്നും കോടാനുകൂടി ജനങ്ങൾ താല്പര്യപ്പെടുന്നതും ആ വഴി തിരഞ്ഞെടുക്കുന്നതും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ മന്ത്രങ്ങൾ ചക്രങ്ങളുമായി പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ചക്ര ആക്ടിവേഷൻ നമ്മൾ പറഞ്ഞതാണ് മന്ത്രങ്ങൾ വളരെ രീതിയിൽ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് ശാസ്ത്രം ഇതിലൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഇതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളെ സജീവമാക്കാൻ വേണ്ടിയിട്ട്, ആക്ടിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാം. ഓരോ ചക്രത്തിനും അതിൻ്റേതായ മന്ത്രവും അതിന് തക്കതായ മുദ്രയും ഉണ്ട് യോഗശാസ്ത്രത്തിൽ. ചക്രത്തിൻ്റെ ഊർജം, ചക്രങ്ങളിലെ ശരീരത്തിലെ, ചക്രം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ, അതായത് ആ മന്ത്രങ്ങൾ ശരീരത്തിലൂടെ ഈ ചക്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഊർജം, അതിനുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിലൂടെയുള്ള ഊർജത്തിൻ്റെ ആ പ്രവാഹം വളരെ നിയന്ത്രിതമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ശബ്ദം ആണ് ഉപയോഗിക്കുന്നത്. അപ്പം മന്ത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പം നിങ്ങൾക്ക് തന്നെ മന്ത്രത്തിൻ്റെ ചില മൂലമന്ത്രങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇപ്പം നിങ്ങൾ മലയാള ഭാഷാ നിഘണ്ടുവൊക്കെ എടുത്തിട്ട് ഇപ്പം ഗണപതിയുടെ മൂലമന്ത്രം ഗം ഗണപതയേ നമ, ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പദത്തിനർത്ഥം? എന്താ ആ വാക്കിൻ്റെ അർത്ഥം? നിഘണ്ടുവിൽ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. പക്ഷെങ്കിൽ യോഗശാസ്ത്രങ്ങളിൽ വളരെ കൃത്യമായിട്ട് അത് നിർവചിച്ചിട്ടുണ്ട്. അപ്പം
പർട്ടിക്കുലർ ഒരു ദൈനംദിന ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികവാദികളുടെ ചെവിയിൽ അതെന്താണ് ഗം, ഒരു വേർഡ് മീനിങ് ഇല്ലാത്ത എന്തോ ഇവർ ചാൻഡ് ചെയ്യാണ്, ഇവരെന്ത് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ ഇന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് എന്താ, ഒരു ശബ്ദം ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിൽ ഒരു റിവർബറേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ ഫ്രീക്വൻസി എൻ്റെ ശരീരത്തിലെയും ജലത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 3 നാഡികൾ, പ്രധാന ഹൈവേ, എനർജിയുടെ പ്രധാന സൂപ്പർ ഹൈവേ ആയ സുഷുമ്ന നാഡി, ഇടാനാഡി, പിംഗള നാഡി, ഇത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നത് സ്പൈനൽ ഫ്ലൂയിഡിലാണ്. അത് കിടക്കുന്നത് നട്ടലിലുള്ള ദ്രാവകത്തിൻ്റെ ഉള്ളിലാണ്. തലച്ചോറ് ഇരിക്കുന്നത് സെറിബ്രൽ ഫ്ലൂയിഡിലാണ്, അതും ഒരു ദ്രാവകത്തിൻ്റെ ഉള്ളിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ജലത്തിലാണ് ശരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട നാഡീവ്യൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ശബ്ദം ആണ് ഏറ്റവും നന്നായിട്ട് ജലത്തെ സ്വാധീനിക്കാനുള്ള ഒരു എനർജി. അതുകൊണ്ട് ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു, ആ ശബ്ദം തന്നെ തിരഞ്ഞെടുത്ത് മന്ത്രങ്ങളെ ജനിപ്പിക്കുകയും ആ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈ ഊർജ്ജ കേന്ദ്രങ്ങളാകുന്ന ചക്രങ്ങളെ സ്വാധീനിക്കാനുള്ള പദ്ധതികൾ നമ്മൾക്ക് തരികയും ചെയ്തു. അങ്ങനെയാണ് മന്ത്രങ്ങളിലൂടെ ശരീരത്തിലെ ചക്രങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിൽ വളരെ ക്രിയാത്മകമായി എൻ്റെ ശരീരത്തിനെ സ്വാധീനിക്കാനുള്ള മന്ത്രങ്ങൾ ജനറേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ജനിപ്പിക്കുകയും അത് നമ്മൾക്ക് കൈമാറുകയും ചെയ്തത്. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ പ്രോസസ്സിംഗ് ആണ്. ഇമോഷണൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ചക്രങ്ങളും സേർട്ടൺ ഇമോഷൻസ്, നമ്മുടെ വികാര തലങ്ങളെ, മനസ്സിൻ്റെ തലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വികാരങ്ങൾ എന്താ പറയുക, ക്രയവിക്രയം ചെയ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നതിന് ഊർജത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്ക് ആവശ്യമാണ്. ആ ഊർജത്തിൻ്റെ, ആ എനർജിയുടെ സ്വതന്ത്രമായ ഒഴുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധാപൂർവമായ ടെക്നിക്കാണ് അല്ലെങ്കിൽ മാർഗമാണ് ശരിക്കും മന്ത്രങ്ങൾ. പിന്നെ എന്താണ്, മാനസികവും ശാരീരികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യും മന്ത്രം കൊണ്ട്. എന്താണ്, മന്ത്രധ്യാനവും ക്രിയാത്മകമായ സ്ഥിരീകരണങ്ങളും, അതായത് സ്ഥിരീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എഫർമേഷൻസ്, വളരെ ക്രിയാത്മകമായി വളരെ പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിനോട് തന്നെ ഓരോ കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മാനസികമായതും ശാരീരികമായതുമായ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾക്കറിയാം ഒരുപാട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസ് നടക്കുകയാണ്, അതുപോലെ തന്നെ ഒരുപാട് എഫർമേഷൻ ക്ലാസ്സസ് നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളോട് പറയുന്നത്, ഇതിനൊക്കെ വളരെ ശാസ്ത്രീയമായ എഫക്റ്റ് നമ്മുടെ മാനസികമായ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതുപോലെ അടുത്തതാണ് ചക്രത്തിൻ്റെ വേഗത. ഈ മന്ത്രം ഉരുവിടുന്ന വേഗത, ഈ മന്ത്രത്തിനൊരു പാറ്റേൺ ഉണ്ട്. ആ വേഗത നമ്മുടെ ശ്വാസത്തെയും സ്വാധീനിക്കും. അതുപോലെ ആ ശ്വാസം, ആ പ്രാണൻ്റെ ഗതി ഓരോ ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊർജത്തെയും ബാധിക്കുമെന്ന് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം മെൻ്റൽ സ്റ്റാറ്റസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു അവർ റെസ്പിറേറ്ററി പാറ്റേൺ അല്ലെങ്കിൽ നമ്മളെ ബ്രീതിങ് പാറ്റേൺ. നമ്മൾ ശ്വസിക്കുന്ന ഒരു പാറ്റേണുമായിട്ട് വളരെ ഡയറക്റ്റ് ബന്ധമാണ് എന്തിനുള്ളത്, നമ്മുടെ മാനസികമായ തലത്തിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ ശ്വാസഗതി ഉയരുന്നത്, സങ്കടം വരുമ്പോൾ ശ്വാസഗതി താഴോട്ട് പോകുന്നത്. ഇതിലൊരു കൃത്യമായ ശാസ്ത്രമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ അൺലോക്ക് ചെയ്യുന്നതാണ് മന്ത്രശാസ്ത്ര. കാരണം അതിന് അനുയോജ്യമായിട്ട് മാനസിക തലത്തെ പ്രത്യേക രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ ഋഷീശ്വരന്മാർ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഓരോ ജപക്രമവും. അതുപോലെ തന്നെയാണ് ചക്രത്തിൻ്റെ കണക്ടിവിറ്റി. ശരീരത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഊർജ്ജഗതികൾ, ചാനലുകൾ നമ്മൾ വിളിക്കുന്ന ആ ഉദ്ദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ഉപയോഗിക്കാം. എങ്ങനെ, മന്ത്രം എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്നാണ് വന്നതെന്ന് നമ്മൾക്കറിയാലോ. എന്താ, ശരിക്കും ചിന്തയുടെ ഒരു ഉപകരണമാണ് ശരിക്കും എന്ത്, മന്ത്ര എന്ന് പറഞ്ഞാൽ മനനാത് ത്രായതേ, ചിന്തകൾ മനസ്സിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പം മന്ത്ര എന്ന് പറയുന്നത് തന്നെയുള്ള ഒരു ഡെഫിനിഷൻ യോഗശാസ്ത്രത്തിൽ പറയുന്നത് മനനാത് ത്രായതേ ഇതി മന്ത്ര, അതായത് മനസ്സിനെ ക്ഷയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നത് എന്തോ അതാണ് ശരിക്കും മന്ത്രം. അപ്പോൾ എന്തിനാണ് മനസ്സിനെ സദാ മനസ്സ് ക്ഷയത്തിലായിരിക്കുമെന്ന് ഋഷീശ്വരന്മാർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം നമ്മൾക്കറിയാലോ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ രാവിലെ നമ്മൾ ഉണർന്നതിന് ശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, നമ്മൾക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ നമ്മൾ ദൈനംദിനം ആ പ്രപഞ്ചവുമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ഇടപഴകുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശരിക്കും ശുഭകരമായ കാര്യങ്ങളായിരിക്കില്ല അല്ലേ. നമുക്കറിയാലോ, രാവിലെ നമ്മളൊരു പത്രം എടുത്ത് നിവർത്തി വെച്ചാൽ തന്നെ നമ്മൾക്ക് വരുന്നത് എന്താ,
മാക്സിമം ഒരു പത്രത്തിൻ്റെ വാർത്തയെ നിങ്ങൾ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് മാറ്റുക എന്ന് വിചാരിക്കുക. ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആ ഒരു 12-14 പേജിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾ ഈ പറയുന്ന പോലെ പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താ അറിയോ? നെഗറ്റീവായ ന്യൂസാണ് ഒരു ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇനി അതൊരു ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. നമ്മൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ എന്താ കാണുക? ദാരിദ്ര്യമായിരിക്കും നിങ്ങൾക്ക്. കാരണം ഒരു സാമൂഹിക ക്രമം ഇന്ന് അങ്ങനെയായി മാറി ഇല്ലേ? നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആ നാടിൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാൽ ആ പേര് ആ നാട്ടുകാർക്കൊരു മോശം ഉണ്ടാക്കും, എന്നാൽ പേര് പറയുന്നില്ല. ആ നാടിൻ്റെ പ്രധാന ബിസിനസ് എന്താണ്? മദ്യവിൽപ്പനശാലകൾ ഏറ്റവും കൂടുതലുള്ള ഒരു നാടാണത്. അപ്പോൾ അവിടെ ഞാൻ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കാൻ പോകാറുണ്ട്. ആ പോകുന്ന സമയത്ത് എന്താണ്, ആ നാട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഓറ ആ ഓറയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ചുറ്റിലും കാണുന്നത് മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുന്ന ആളുകൾ വഴിയിലും വഴിയോരത്തും. ചില ആളുകൾ വീണെടുക്കുന്നു, ബോധമില്ല. ചില ആൾ നമ്മൾ പോകുന്ന സമയത്ത് വണ്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നത് ഇങ്ങനെ ആടി അപ്പം നമുക്ക് അപ്പോൾ ആ ഓറയിൽ പോകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഓറ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഓറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു അരക്ഷിതാവസ്ഥയാണ്, ഒരു തരം അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ ഈ അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂർ ഫീലിങ്ങിനെ എങ്ങനെ ഞാൻ ഓവർകം ചെയ്യും? ആ ഓവർകം ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ്? അതിനെയാണ് മനസ്സിൻ്റെ ക്ഷയം എന്ന് നമ്മൾ വിളിക്കുന്നത്, മാനസികാവസ്ഥയുടെ ക്ഷയം. അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷയാവസ്ഥയെ മോചിപ്പിക്കുന്നത്, മനസ്സിനെ ഈ ക്ഷയാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നത് ആരോ എന്തോ, അതിനെയാണ് മന്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പം മന്ത്രങ്ങൾ ഈ പറയുന്ന പോലെ. അപ്പം മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക മന്ത്രങ്ങൾ? ചക്രങ്ങളിലൂടെ. ചക്രത്തെ സ്വാധീനിച്ച് ആ ചക്രത്തിലൂടെ ഒഴുകുന്ന ഊർജം ഫോക്കസ് ചെയ്യപ്പെട്ട്, അങ്ങനെ ഫോക്കസ് ചെയ്യപ്പെട്ട ഊർജത്താൽ എൻ്റെ ചിന്താമണ്ഡലം, എൻ്റെ ക്രിയാമണ്ഡലം ഒക്കെ പ്യൂരിഫൈ ചെയ്താണ് നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയെ മന്ത്രങ്ങൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ ചക്രങ്ങൾ ഉപയോഗിച്ച് മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ചക്രങ്ങൾ ഉപയോഗിച്ച് മന്ത്രത്തിൻ്റെ സ്വാധീനത്താൽ നമ്മുടെ ഊർജത്തിൻ്റെ സ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ ചാനലുകളിലേക്ക് ട്യൂണിങ് നടത്തി ഓരോ സ്രോതസ്സിനെയും നമ്മളുടെ ഉദ്ദേശങ്ങളുമായി, നമ്മുടെ ഇൻറ്റൻഷൻസുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള മനോഹരമായ മാർഗ്ഗമാണ് ശരിക്കും ഈ പറയുന്ന പോലെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനം. അപ്പോൾ ഷഡ്ചക്രങ്ങൾ ഓരോ വാക്കോ അല്ലെങ്കിൽ മുഴുവൻ വാക്യമോ ആകാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുറത്ത്, ജീവിതം എന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടന്നിട്ടായാലോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തിന് സാധിക്കും. അപ്പോൾ ഷഡ്ചക്രങ്ങൾ, അവയുടെ സ്വാധീനങ്ങൾ, അവയിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് ആ നിയന്ത്രണങ്ങളിലൂടെ അവൻ്റെ മനസ്സിനെ ക്ഷയാവസ്ഥയിലുള്ള ഈ പ്രകൃതിയിൽ, ഇന്നത്തെ ദൈനംദിന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തെ അവൻ്റെ ജീവിതത്തിൽ ഓൾവേസ് അവൻ്റെ മനസ്സ് താഴോട്ടേക്കായിരിക്കും പോവാം. കാരണം അങ്ങനെയുള്ള സാധ്യതകളാണ് നമ്മൾക്ക് ചുറ്റും. ആ സാധ്യതകളിൽ നിന്ന് അവനെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു വിശേഷമായ ഒരു ടെക്നിക്ക്, ഒരു പ്രോസസ്സ് ആണ് ശരിക്കും നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങൾ. കാരണം നമ്മൾ ഈ രീതിയിൽ അതിനെ സമീപിക്കാത്തത് കൊണ്ടും, ഓരോ തീർത്ഥാടനങ്ങൾ പോലും, അതാണ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ശബരിമല നമ്മൾക്ക് വരാനുള്ള കാരണവും അതെടുത്ത് യതീശ ഇത് ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, സാധാരണ ജനങ്ങൾക്ക് ക്ഷേത്രം എന്താണ്, ക്ഷേത്ര ആരാധന എന്താണ്, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രം എന്താണ്, ശാസ്താവ് എന്ന ചൈതന്യം എന്താണ്, അയ്യപ്പൻ എന്ന ചൈതന്യം എന്ത്, ഇതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഏരിയ ഇന്ന്. സനാതനികളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈന്ദവരെ നോക്കിക്കഴിഞ്ഞാൽ അവരിന്നും ഈ പറയുന്ന പോലെ ഒരുപാട് കൺഫ്യൂഷൻസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൺഫ്യൂഷൻസിൽ നിന്ന് അവരെ ഒരു ഫോക്കസ്ഡ് ആയ ഒരു ചാനലിലേക്ക് കൊണ്ടുവരണം. ഉപാസനയുടെ ഒരു വഴിയിലേക്ക് അവരെ നയിക്കാൻ പറ്റണം. അങ്ങനെ നയിക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം വെറും ഭക്തരിൽ നിന്ന് സാധകരും ഉപാസകരും ഉണ്ടാവും. അങ്ങനെ സാധകരും ഉപാസകരും ഉണ്ടായ ഒരു ഭാരതമായിരുന്നു ലോകത്തിന് വിശ്വഗുരുവായി നിലകൊണ്ടിരുന്നത്. ഇപ്പോൾ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള ഉപാസനയിലേക്ക് നിങ്ങളെയൊക്കെ കൈപിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 41 ദിവസം. ഇത് ഞങ്ങളെ സംബന്ധിച്ച ഒരു യജ്ഞമാണ്. അയ്യപ്പൻ എന്ന ഒരു ദിവ്യമായ ചൈതന്യത്തോടൊപ്പം
നമ്മളെയും നമ്മുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും മാ മാതാക്കളെയും പിതാക്കളെയും അല്ലേ, അങ്ങനെ ഈ എല്ലാ വൃന്ദങ്ങളെയും മാനവരാശിയെ നമ്മൾക്ക് ഒരു സാധനാ പന്താവിലേക്ക് അവരെ നയിക്കാനോ അതിനു വേണ്ടി ഒരു ചൂണ്ടുപലക ആവാനോ സാധിച്ചാൽ നമ്മൾ ഈ ഒരു ജന്മത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു നേട്ടമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. അതുകൊണ്ട് പരമാവധി നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ കേൾക്കണം. 5 മണി എന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ എന്താണ്, നമ്മുടെ ദർശനത്തിൽ അതിരാവിലെ ഉണരുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. അങ്ങനെ ഉണർന്ന് ജീവിച്ച ജനത ലോകത്തെ നയിച്ച ഒരു പാരമ്പര്യത്തിന് ഉടമയാണ് നമ്മളൊക്കെ ആ പാരമ്പര്യത്തിൻ്റെ ഇന്നത്തെ കണ്ണികളാണ്. അതുകൊണ്ട് ആ കണ്ണികൾ ഉത്തേജിക്കണം. ആ പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ മെല്ലെ ആധുനികതയിൽ നിന്നുകൊണ്ട് തന്നെ പഴയ സംസ്കാരത്തിലേക്ക് പോകാമെന്ന് പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ നെറ്റി ചുളിക്കും. ഓൾഡൻ ഡേയ്സിലേക്കാണോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഒരിക്കലുമല്ല. ആധുനികതയെ പുൽകി നമ്മുടെ ഋഷീശ്വരന്മാർ തന്ന ആ ഇത്രയും വിശിഷ്യമായ പവിത്രമായ ദൈവികമായ ഈശ്വരീയമായ ജീവിതക്രമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവുക. അതിന് അയ്യപ്പൻ അല്ലെങ്കിൽ ധർമ്മശാസ്താവ്, കാരണം ധർമ്മം നമുക്കറിയാലോ, ധർമ്മത്തെ അനുഷ്ഠിപ്പിക്കുന്നവനാണ് അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ്. അപ്പോൾ ഇത്രയും നല്ല ഒരു മൂർത്തിയെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ധർമ്മത്തിലേക്കുള്ള ഒരു തിരിച്ചു നടക്കലാണ് ഈ ഒരു യജ്ഞം 41 ദിവസത്തെ. അതുകൊണ്ട് ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒക്കെ ഒരു അഭ്യർത്ഥന, ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പരമാവധി ജനങ്ങളിലേക്ക് എത്തണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയുടെയൊക്കെ ലിങ്ക് പരമാവധി നിങ്ങൾ എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധുക്കളിലോ സുഹൃത്ത് വലയങ്ങളിലോ നിങ്ങൾക്ക് ഇതൊക്കെ പകർന്ന് അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരാൾക്കും ഇത് പകർന്നു കൊടുക്കണം. അവരിലൂടെയെങ്കിലും അവരുടെ അടുത്ത തലമുറയിലേക്കെങ്കിലും അത് എത്താൻ വേണ്ടി സഹായിക്കും. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഹൈന്ദവരായ നമ്മളെ സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ, ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ പരമാവധി അത് ദേവിയുടെ വരവാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ഈ അറിവുകളൊക്കെയാണ് നമ്മൾക്ക് ശരിക്കും ധനമായി വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ആർജിച്ച് ധനം ആർജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലെയും ആൾക്കാരെയും നിങ്ങളുടെ തറവാട്ടിലുള്ള ആൾക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ ധനം അവരിലേക്കും കൂടെ എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് ചെയ്യാനാവും. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാണാം. സ്വാമിയേ ശരണമയ്യപ്പ.